എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിഷുഫലം വെച്ചുകൊണ്ട് നോക്കുന്നത് ഗോചരപ്രകാരം ഉച്ചാവസ്ഥയിൽ വരുന്ന 7ാമത്തെ നക്ഷത്രമാണ് നമ്മളിവിടെ ഈ വിഷുഫലം പറയാൻ വേണ്ടിയിട്ട് ഇന്നെടുത്തിരിക്കുന്നത്. അതുപ്രകാരം ഇവിടെ ഗ്രഹനിലകളുടെ അനുകൂല സ്ഥിതി കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ചതയം നക്ഷത്രം. ഈ ചതയം നക്ഷത്രത്തിൻ്റെ വിശദമായ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചതയം നക്ഷത്രത്തിന് ലഭിക്കാൻ പോകുന്ന ഫലങ്ങൾക്ക് തത്തുല്യമായ പ്രത്യേകതകൾ ലഭിക്കാൻ പോകുന്ന ആ 6 നക്ഷത്രക്കാരെക്കുറിച്ച് ഒരു ചെറിയ സൂചന തരാം. പറയാൻ കാരണം ഈ 6 നക്ഷത്രക്കാരും ഇവരോടൊപ്പം നിങ്ങൾ ചതയം നക്ഷത്രക്കാരും അനുജന്മ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലങ്ങളായിട്ട് അനുഭവിക്കാൻ പോകുന്നത്. അതായത് അതിനുള്ള യോഗ്യതയുള്ളത്. അപ്പോൾ അതുപ്രകാരം ചതയം കൂടാതെ ആ 6 നക്ഷത്രങ്ങൾ യഥാക്രമം രോഹിണി, പുണർദം, ഉത്രം, അനിഴം, മൂലം, ഉത്രട്ടാതി, ഇങ്ങനെ ഈ 6 നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ യോഗ്യതാസ്ഥാനത്ത് വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഒന്നിവിടെ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്, ഈ 2026 വിഷു സംക്രമ ഗ്രഹനില പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മിഥുനത്തിലെ വ്യാഴവും മീനത്തിലെ ശനിയും അതോടൊപ്പം മേടത്തിലേക്ക് വരുന്ന, അതായത് മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് വരുന്ന സൂര്യനും പിന്നെ ഒന്നുകൂടിയുണ്ട്, അതായത് കുംഭത്തിലെ രാഹുവും ചേർന്ന് ഈ പറഞ്ഞ 6 നക്ഷത്രക്കാർക്ക് അവിശ്വസനീയ മാറ്റങ്ങളാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. പറയാൻ കാരണം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന ചതയ നക്ഷത്രക്കാരുടേതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും അവിശ്വസനീയമായ ചില മേഖലകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളർന്നു കിട്ടിയിരിക്കും. അതിൽ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ സൗഹൃദം, അതുപോലെ തന്നെ സാമ്പത്തിക രംഗം, പിന്നെ നിങ്ങളുടെ തൊഴിൽ, അതായത് കർമ്മമേഖല, ഇവ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണർന്നു കിട്ടും. അങ്ങനെയാണെങ്കിൽ തന്നെയും ഓരോരുത്തർക്കും ഇത് എത്ര ശതമാനത്തോളം ഉണർന്നു കിട്ടുമെന്ന് നമുക്ക് ഇവിടെ വ്യക്തമായി പറയാൻ സാധിക്കില്ല. അതെല്ലാം നിങ്ങളുടെ സ്വസിദ്ധമായിട്ടുള്ള കഴിവുകൾ കൂടി പരിഗണിച്ച് അതിൻ്റെ ആ ഒരു തോതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അതിൽ വളർച്ച ഉണ്ടാകുന്നത്. അതായത് നിങ്ങളുടെ സ്കില്ലും കൂടി ആസ്പദമാക്കിയാണ് എന്ന് ചുരുക്കി പറയാൻ സാധിക്കും. അതുമാത്രവുമല്ല, ഈ വർഷങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലിട്ട് ആഗ്രഹിച്ചു കൊണ്ട് നടന്ന ആ ഒരു വീടെന്ന സ്വപ്നത്തിനോ, അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങിക്കണം, അല്ലെങ്കിൽ അല്പം വസ്തു മേടിച്ചിടണം, അങ്ങനെയുള്ള ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ആഗ്രഹ സാഫല്യത്തിനും ഈ വിഷുക്കാലം ഉറപ്പായിട്ടും സാക്ഷ്യം വഹിക്കും. ഒരു പക്ഷേ വിഷു കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, അടുത്ത വിഷുവിന് മുൻപ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടന്നു കിട്ടിയിരിക്കും. പറയാൻ കാരണം ഇവിടെ നിങ്ങൾ ചതയ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും രാഹുകേതുക്കളുടെയും ഈ പറഞ്ഞ ഗ്രഹചലനങ്ങൾ അല്ലെങ്കിൽ ഗോചരങ്ങൾ വഴി ഈ 6 നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ആശാവഹമായ പുരോഗതിയാണ് നമുക്ക് ഇവിടെ ഗ്രഹനിലയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ വിഷുഫലങ്ങളിലേക്ക് കടന്നു പോകാം. നമ്മുടെ ഈ 2026 വിഷു വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇംഗ്ലീഷ് വർഷം 2026 ഏപ്രിൽ മാസം 15-ാം തീയതി ബുധനാഴ്ച. എന്നാൽ മലയാള വർഷത്തിൽ നോക്കുമ്പോൾ 1201 ആണ്ട് മേടമാസം 2-ാം തീയതിയായിട്ട് വരും. അതായത് ഈ വിഷു സംക്രമം മുതൽ അടുത്ത വിഷു സംക്രമത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതമാർഗമധ്യേ സംജാതമാകുന്ന ഒട്ടുമിക്ക എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള പരമപ്രധാനമായ ചില സൂചനകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇനി തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന ഈ വിഷുഫലങ്ങളിലൂടെ കൃത്യമായി അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഇതിൽ നിന്നും നിങ്ങളുടെ ഭാവി, അല്ലെങ്കിൽ നിങ്ങളുടെ തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതഗതി, അത് നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ആ ഒരു ആർജവം അത് നിങ്ങളുടെ ഉള്ളിൽ സ്വയമേവ ഉണ്ടായിത്തീരും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായി തയ്യാറാക്കിയ ഈ വിഷുഫലം കൃത്യമായ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത് ഗണിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷു സംക്രമത്തിലെ ഗ്രഹനില വളരെ പെട്ടെന്നൊന്ന് ഓടിച്ചു പറയാം. സൂര്യനും ശുക്രനും മേടം രാശിയിലും, വ്യാഴം മിഥുനം രാശിയിലും, കേതു കന്നി രാശിയിലും, രാഹു കുംഭം രാശിയിലും, ബുധനും ചൊവ്വയും ശനിയും മീനം രാശിയിലുമാണ് തുടക്കത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളോട് ഒന്നാമതായിട്ട് പറയാനുള്ളത്, പല ആകസ്മിക സംഭവങ്ങളും ഈ വിഷുഫലത്തിന് ആസ്പദമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് ഇനിയുള്ള എല്ലാ ഫലങ്ങളും അങ്ങോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ ഏറ്റവും ആദ്യം നിങ്ങളുടെ പൊതുവായ ഗുണാനുഭവങ്ങൾ, അതായത് ജനറൽ പ്രഡിക്ഷൻസ് ആദ്യം തന്നെ ഒന്ന് നോക്കാം.
നിങ്ങൾ ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 വിഷുഫലം സൂചിപ്പിക്കുന്നത് പരീക്ഷണങ്ങളും അതിജീവനവും നിറഞ്ഞൊരു വർഷം എന്ന നിലയിലാണ് നിങ്ങൾക്ക് കാണുന്നത്. അതായത് ചതയം നക്ഷത്രം കുംഭം രാശിയിലാണ് വരുന്നത്. ഈ വിഷുസംക്രമ സമയത്ത് നിങ്ങളുടെ നക്ഷത്രനാഥനായിട്ടുള്ള രാഹു നിങ്ങളുടെ സ്വന്തം രാശിയിലൂടെ, അതായത് നിങ്ങളുടെ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുകയാണ്. അതേസമയം ഭാഗ്യസ്ഥാനത്തുള്ള വ്യാഴത്തിൻ്റെ, അതായത് വ്യാഴം ആ സമയത്ത് മിഥുനം രാശിയിലായിരിക്കും. അപ്പോൾ വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. മാത്രവുമല്ല, ജന്മരാശിയിലെ രാഹുവിൻ്റെ സ്ഥിതി ചിലപ്പോൾ നിങ്ങൾക്ക് മാനസികമായ അല്പം ചില അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രമാദമായ വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പങ്ങളൊക്കെയോ ഉണ്ടാക്കാനിടയാക്കിയേക്കും. ഇതിന് പരിഹാരങ്ങൾ അവസാനം പറയാം. അതായത് വേറൊന്നുമല്ല, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ നവഗ്രഹ പൂജയോ നവഗ്രഹ ഹോമമോ ചെയ്താൽ മതിയാകും. ഇല്ലെങ്കിൽ നിങ്ങളിവിടെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും തന്ന് എല്ലാ ശനിയാഴ്ചയും നവഗ്രഹ പൂജ ചെയ്യുന്നുണ്ട്, അതിൽ പങ്കെടുത്താലും മതി. അപ്പോൾ പറഞ്ഞ പോലെ ഈ സമയത്ത് നിങ്ങൾക്ക് സൂര്യൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിച്ച് മേടം രാശിയിൽ ഉച്ചനായി സ്ഥിതി ചെയ്യുന്നതിനാൽ, അതായത് ഉച്ചസ്ഥായിയായി നിൽക്കുന്നതിനാൽ ആത്മവിശ്വാസം കൈവിടാതെ മുന്നേറാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ തടസ്സങ്ങളെ അതിജീവിച്ച് വൻ നേട്ടങ്ങൾ വരിക്കാൻ കഴിയുന്നൊരു വർഷമാണ് നിങ്ങൾക്ക് സംജാതമായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രയത്നം കൂടി ഇവിടെ ആവശ്യമാണ്. മാത്രവുമല്ല, ചില അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ, അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അന്തിമമായിട്ട് അത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അതെല്ലാം ശുഭമായിട്ടായിരിക്കും പരിണമിക്കുന്നതും. ഇതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. ഇനി അടുത്തത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, അതായത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കാം. ധനപരമായ കാര്യങ്ങളിൽ ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം സമ്മിശ്ര ഫലങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ നിങ്ങളുടെ വരുമാനം ഒന്ന് എടുക്കുകയാണെങ്കിൽ, അതായത് ചിങ്ങം കന്നി മാസങ്ങളിൽ, ഇത് ഇംഗ്ലീഷ് മാസത്തിൽ പറയുമ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളായിട്ട് വരും. അപ്പോൾ ഈ മാസങ്ങളിൽ സാമ്പത്തികമായി വലിയ പുരോഗതി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ദൃശ്യമാകും. പറയാൻ കാരണം, മുടങ്ങിപ്പോയ തുകകൾ അത് കയ്യിൽ വന്നു ചേരും. അത് നിങ്ങൾക്ക് പഴയ ഡെപ്പോസിറ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്ത പണം അത് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു തുകയാകാം, അല്ലെങ്കിൽ പെൻഷൻ പോലുള്ള എമൗണ്ടുകൾ കെട്ടിക്കിടന്ന് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഏത് വേണമെങ്കിലും ആകാം. അതുപോലെ തന്നെ നിങ്ങളുടെ ചിലവുകൾ ജന്മരാഹുവിൻ്റെ സ്വാധീനം കാരണം അനാവശ്യ ചിലവുകൾ വന്നു ചേരാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെയൊക്കെ വന്നു ചേരുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അവിടുത്തെ ജീവിത സാഹചര്യം എങ്ങനെയോ അങ്ങനെ വന്നു ചേരും. ഉദാഹരണമായി പറഞ്ഞാൽ, എന്തെങ്കിലും ആഡംബര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിനോദപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പണം ചെലവഴിക്കുകയാണെങ്കിൽ ആ രീതിയിലായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്നും പണം ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ, അതായത് പുതിയ ബിസിനസ്സുകളിലോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അറിയാവുന്ന ഒരാളോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, അതായത് വിദഗ്ധ ഉപദേശം തേടിയതിന് ശേഷം മാത്രം വലിയ തുകകൾ നിക്ഷേപിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കടബാധ്യത, പഴയ കടങ്ങൾ തീർക്കാൻ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ പുതിയ ലോണുകൾക്ക് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം പകുതിയോടുകൂടി അത് ഉറപ്പായിട്ടും ലഭിക്കുന്നതുമായിരിക്കും. ഇനി അടുത്തത് മൂന്നാമത്തേത് നിങ്ങളുടെ തൊഴിലും കരിയറും. കർമ്മരംഗത്ത് നിങ്ങൾ ചതയ നക്ഷത്രക്കാർക്ക് ഈ വർഷം കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി മാറ്റം, നിലവിലുള്ള ജോലിയിൽ നിന്ന് ഒരു പക്ഷേ വിരമിച്ച് അല്ലെങ്കിൽ വിരമിക്കാതെ തന്നെ സ്ഥാനക്കയറ്റത്തോടു കൂടി മറ്റൊരു ജോലിയിലേക്ക് മാറുകയോ അല്ലെങ്കിൽ ആ തൊഴിൽ വിട്ട് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു പുതിയ തൊഴിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനോ നിങ്ങൾ തീരുമാനമെടുത്തേക്കും. കാരണം ഈ വർഷം അതിനുള്ള പല അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരും. പ്രത്യേകിച്ചും ഈ വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു സമയമാണ് സംജാതമാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അംഗീകാരം, 10ാം ഭാവത്തിലെ ഗ്രഹസ്ഥിതി കാരണം, അതായത് തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ കഴിവിനുള്ള അംഗീകാരം അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നായിരിക്കാം. ഉറപ്പായിട്ടും ഈ രീതിയിലുള്ള പ്രശംസ നിങ്ങൾ പിടിച്ചു പറ്റിയിരിക്കും. ഇനി അടുത്തത് ബിസിനസ് എന്ന് പറയുമ്പോൾ ചെറുകിട ബിസിനസ് ആകാം അല്ലെങ്കിൽ വൻകിട ബിസിനസ് ആകാം. അപ്പോൾ ഈ പറഞ്ഞതിൽ
വെച്ച് നോക്കുമ്പോൾ, അതായത് വ്യാപാര മേഖലയിലുള്ളവർക്ക് പുതിയ ശാഖകൾ തുടങ്ങാനോ ബിസിനസ് വിപുലീകരിക്കാനുള്ള യോഗം വളരെ കൃത്യമായി കാണുന്നുണ്ട്. എന്നാൽ പങ്കാളികളുമായിട്ട് ഇടപഴകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ സുതാര്യമായിട്ടുള്ള നീക്കങ്ങളിലൂടെ വേണം മുന്നോട്ട് പോകാൻ. കാരണം അത് പിന്നീടത്തേക്ക് എന്തെങ്കിലും ഒരു കശപിശയ്ക്ക് കാരണമാക്കരുത്. ഇനി ഇതിൽ തന്നെ പെട്ടത് മറ്റൊന്ന് പറയാനുള്ളത് സ്ഥാനക്കയറ്റം. സർക്കാർ ജീവനക്കാർക്ക് അർഹമായ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ജോലി മാറ്റമോ ഈ വർഷം ലഭിച്ചിരിക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് നാലാമത്തേത് കുടുംബം, വിവാഹം. കുടുംബ ജീവിതത്തിൽ ചില വിട്ടുവീഴ്ചകൾ ഈ വർഷം വളരെയധികം അത്യാവശ്യമായി വരും. അതായത് ചില കാര്യങ്ങളിൽ കർക്കശ ബുദ്ധി കളഞ്ഞ ശേഷം വളരെ നിസ്സാരമായി അല്ലെങ്കിൽ മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന രീതിയിൽ ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ വിവാഹം. അവിവാഹിതരായ ഇതിലെ ചെറുപ്പക്കാർക്ക് മാംഗല്യ യോഗം വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഈ വരുന്ന ആലോചനകൾ അത് ഉറപ്പിക്കുന്നതിന് മുൻപ് ഈ ജാതക പൊരുത്തം കൃത്യമായി നോക്കേണ്ടതാണ്, അല്ലെങ്കിൽ മനപ്പൊരുത്തം കൃത്യമായി നോക്കേണ്ടതാണ്. പറയാൻ കാരണം പിന്നീട് അതൊരു ഒച്ചപ്പാടിലേക്കും ബഹളത്തിലേക്കും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 2026 നവംബറിന് മുൻപ് ഉറപ്പായിട്ടും വിവാഹം നടക്കാൻ എല്ലാവിധ യോഗ്യതയും സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കും. ഇനി അടുത്തത് ബന്ധങ്ങൾ. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. മക്കളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് ഉറപ്പായിട്ടും ഈ വർഷം പോകുന്നതിന് മുൻപ് തന്നെ എല്ലാവിധ ശാശ്വത പരിഹാരങ്ങളും നിങ്ങൾക്കുണ്ടായി കിട്ടും. ഇനി അടുത്തത് അഞ്ചാമത്തേത് ആരോഗ്യം. ആരോഗ്യകാര്യത്തിൽ ചതയ നക്ഷത്രക്കാർ ഈ വർഷം പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. പറയാൻ കാരണം ജന്മരാശിയിലെ രാഹുവിൻ്റെയും 2ാം ഭാവത്തിലെ ശനിയുടെയും സ്ഥിതി കാരണം ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഉറക്കക്കുറവോ നിങ്ങൾക്ക് ആഴ്ചയിൽ തന്നെ 1-2 ദിവസങ്ങളിൽ നിങ്ങളെ അലട്ടിയേക്കാം. അതുകൊണ്ട് തന്നെ കൃത്യമായ ഭക്ഷണക്രമവും ഉറക്കവും ശീലമാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ യാത്രകൾ ചെയ്യുമ്പോൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത വേണം. മറ്റൊന്ന് പറയാനുള്ള വ്യായാമവും യോഗയും നിങ്ങൾ ശീലിക്കുന്നത് കൊണ്ട്, അതായത് അത് ശീലിക്കാനുള്ളൊരു മനസ്ഥിതി നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ വന്നു ചേരും. അപ്പോൾ അങ്ങനെ ശീലിക്കുന്നത് കൊണ്ട് ആരോഗ്യം ഒരു പരിധിവരെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ സഹായിക്കും. ഇനി അടുത്തത് വിദ്യാഭ്യാസ മേഖല. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. വ്യാഴത്തിൻ്റെ 5ാം ഭാവത്തിലേക്കുള്ള നോട്ടം നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഉറപ്പായിട്ടും ഉണർത്തും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായിട്ടുള്ള ഉത്തരവുകൾ ഉറപ്പായിട്ടും ലഭിക്കും. കലാകായിക മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കാനും യോഗം കാണുന്നുണ്ട്. ഇനി അടുത്തത് 7ാമത്തേത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചതയ നക്ഷത്രക്കാർ ഈ വർഷം അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നിങ്ങൾ ഒഴിവാക്കണം. അതായത് അതിര് കടന്നിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രത്യേകിച്ചും ഈ സാമ്പത്തിക ഇടപാടുകൾ നിങ്ങൾ ഈ മറ്റുള്ളവരുമായിട്ട് നടത്തുമ്പോൾ അവരെ അന്ധമായി വിശ്വസിച്ച് നിങ്ങൾ വലിയ പദ്ധതികളിൽ പണം മുടക്കരുത്. കാരണം ഈ ചതിക്കുഴികളിൽ വീഴാനുള്ള ചില സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജന്മരാഹു ആയതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഭയമോ ഉത്കണ്ഠയോ നിങ്ങളെ അലട്ടിയേക്കാം. അതുകൊണ്ട് തന്നെ ഇതിനെ നിങ്ങളുടെ സ്വന്തം ആത്മവിശ്വാസം കൊണ്ട് നേരിടുക മാത്രമേ നിവൃത്തിയുള്ളൂ. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ രേഖകൾ സസൂക്ഷ്മം കൃത്യമായി നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം അതിലെല്ലാം ഒപ്പുവെച്ചു കൊടുക്കുക. ഇനി അടുത്തത് 8ാമത്തേത് പരിഹാര മാർഗങ്ങൾ. രാഹുവിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ സർപ്പദൈവങ്ങളെ ആരാധിക്കുന്നത് അത്യുത്തമമായിരിക്കും. നാഗക്ഷേത്രത്തിൽ 100 പാലും സമർപ്പിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം തെളിയിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മാനസിക സമാധാനത്തിനും കാര്യസിദ്ധിക്കും നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് കറുത്ത എള്ളോ വസ്ത്രമോ ദാനം ചെയ്യുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഈ കറുത്ത എള്ള് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ക്ഷേത്രങ്ങളിൽ ശാസ്താവിന് മുൻപിൽ എള്ളുതിരി കത്തിക്കുന്നതിന് സമാനമായിട്ടുള്ള ആ ഒരു പരിഹാര മാർഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആർക്കെങ്കിലും ഒരു നുള്ള എള്ള് കൊടുക്കാനായിട്ട് തുനിഞ്ഞാൽ ആരും അങ്ങനെ ഒരു നുള്ള എള്ള് നിങ്ങളുടെ കയ്യിൽ നിന്നും മേടിക്കുന്നതല്ല. എന്നാൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എള്ളുണ്ട അത് ആർക്കെങ്കിലും സമ്മാനിച്ചാൽ
തീർച്ചയായിട്ടും അവരത് 2 കൈ നീട്ടി മേടിക്കും. കാരണം അത് ഒരു മധുരപലഹാരമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതുപോലുള്ള പരിഹാര മാർഗ്ഗങ്ങൾ വേണം നമ്മൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുവാൻ. കാരണം അതോടുകൂടി നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി നിർത്താൻ സാധിക്കും. അതിന് ഒരു ഉപസംഹാരം എന്ന നിലയിൽ പറയുകയാണെങ്കിൽ, ഈ 2026 വിഷുഫലം ചതയ നക്ഷത്രക്കാർക്ക് വെല്ലുവിളികൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നൽകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വരവിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഈ വർഷത്തെ നിങ്ങൾ ഉറപ്പായിട്ടും സ്വീകരിക്കുക. അത്രമാത്രമേ ഇതിൽ പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.